മറ്റേ നീ പറഞ്ഞ അസ്പാക്കിനോട് നമ്മൾ ഓരോ ദിവസം ഓരോ ഗസ്റ്റിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അസ്പാക്കിന്റെ ആദ്യത്തെ ഗസ്റ്റ്. ഓക്കെ, അസ്പാക്ക് എല്ലാ ദിവസവും നാളെ ഒരാളെ കൊണ്ടുവരും, മറ്റന്നാളിൽ ഒരാളെ കൊണ്ടുവരും. അസ്പാക്ക് എല്ലാ ദിവസവും ഓരോ ഗസ്റ്റിനെ കൊണ്ടുവരാന്നാ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഇതാരാ? ഹായ്, ഹലോ. കൈവെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അസ്സലാമലൈക്കും. ആരും ഉമ്മയാണത്? ഹലോ, അസ്സലാമലൈക്കും. നിങ്ങളെ പേരെന്താ? എന്റെ പേര് സമീഉള്ള. എവിടെയാ സ്ഥലം? എന്റെ സ്ഥലം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപോ? ട്രിവാൻഡ്രം ആണ്. മോന്റെ പേരെന്താ? അദീൽ അഹമ്മദ്. നിങ്ങളെന്താ ചെയ്യുന്ന? ഞാന് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഇവിടെ അഷ്ഫാഖിനെ കോണ്ടാക്ട് ചെയ്ത അഷ്ഫാഖ്. അസ്ഫാഖ് കൊണ്ടുവന്ന ആദ്യത്തെ ഗസ്റ്റ്. ഞാൻ അസ്ഫാഖിനോട് എന്താ പറഞ്ഞറിയോ ഗൈസ്? അസ്ഫാഖിനോട് ഞാൻ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോ ആരെങ്കിലും സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ടാലന്റ് ഉള്ള പാട്ടാടാനോ ഡാൻസ് ചെയ്യാനുള്ള കഴിവുള്ളവരെ കൊണ്ടുവരാനോ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഇതൊരു ബിഗ് ഡബ്ല്യു. എല്ലാരും ഒരു ഡബ്ല്യു അസ്ഫാഖ് ഇട്ട് കൊടുത്ത എല്ലാരും കമാൺ. എന്നിട്ട് എങ്ങനെ വന്നു നിങ്ങള്? ഇരുന്നോ? ലൈവില് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. എന്നിട്ട് ആണോ യൂട്യൂബറാ? എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്? ആണോ? എന്താ യൂട്യൂബ് ചാനൽ എന്താ ചെയ്യുന്നത്? ഗെയിമിംഗ് ആണോ? പിന്നെ എന്റെ സപ്പോർട്ടോടുകൂടെ കുറെ വീഡിയോസ് ആണോ? എന്നിട്ട് അല്ല, അപ്പൊ ലക്ഷദ്വീപിന്ന് ഇവിടെ നിങ്ങൾ സെറ്റിലായോ? ഞാന് കല്യാണം കഴിച്ച ട്രിവാൻഡ്രത്ത് വൈഫിന്റെ വീട് ഭീമാവള്ളിയാണ്. നമ്മൾ താമസം ചെയ്തില്ല, നമ്മള് പോയില്ല ഭീമാവള്ളി. ഇതാണ് ചാനല്. ഇതെന്ത് വീഡിയോസ് ഇടുന്നത്? വെറുതെ അവിടെ എവിടെയൊക്കെ പോണത് കുറേശ്ശെ വീഡിയോസ് എടുത്ത്. ഞാൻ നിഹാദിക്കാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തു. എത്ര വയസ്സായി മോന്? 17. ഡിസംബർ 6 18 ഓ, ഈ ഡിസംബറില്? ഓ, ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെന്താ വിശേഷം? സുഖം. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ആ ചാനലിന്റെ പേരെന്താ? ഗൈസ് ചെക്കന്റെ ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്താ. കമോൺ ഗൈസ്. ആദി എന്തായിരുന്നു ഒന്നുകൂടി പറ. AADI The Brave Boy. ഇതല്ലേ? ഓക്കെ ഗൈസ് എവരിബഡി നിക്ക് ഞാനൊന്ന് ചാനലിന്റെ ലിങ്ക് എടാ കുടിക്കാണ്ട്. നിങ്ങൾ എന്താ ജോലി എന്താ പറഞ്ഞേ? ഞാന് ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ സ്റ്റേറ്റ് ആണോ? എവിടെയാണോ? ഇവിടെ കൊച്ചിയിലാണ് നമ്മുടെ റീജിയണൽ ഓഫീസ്. ഞാനിപ്പോ മോന്റെ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് നമ്മൾ ലാസ്റ്റ് ഡിസംബറാ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പൊ തിരിച്ചിനി ഇപ്പൊ നാളെ തൊട്ട് ട്രിവാൻഡ്രത്താണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മള് പോകുന്നു. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ ചോദിച്ചു. എന്തായാലും നന്നായി. ഗൈസ് എല്ലാരും ഗൈസ് ചെക്കന്റെ ചാനൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്നൊരു ഡബ്ല്യു ഗസ്റ്റായി കാര്യം പറയാലോ. അവന്റെ ടാലന്റ് എന്താണെന്നറിയോ? എന്താ ടാലന്റ്? നോർമലി എല്ലാവരും പാട്ട് പാടും, പാട്ടുകാരാരാന്നറിയും. പാട്ട് എഴുതിയതാരാന്ന് ചോദിച്ചാൽ പറഞ്ഞു പാട്ട് പറഞ്ഞാലും. ആണോ? ഇലകൊഴിയെ എഴുതിയതാരാ? അല്ല നിക്ക് ഇലകൊഴിയ എന്ന് പറഞ്ഞ സോങ് എഴുതിയതാരാ? തലവര എന്നുള്ള സിനിമയില്. ഇന്ത്യ. ഓക്കെ. മാന്ത് എന്ന് പറഞ്ഞൊരു സോങ് ഇല്ലേ? അല്ല, ഇതിന്റെ ആ സോങ്ങിന്റെ പേര് അതല്ലാന്നല്ലേ? ആ സോങ്ങിന്റെ വരിയാണ് ഏത്? വേറെ ചോദിക്കും. ഏത്? റബ്നെ വരാതി ജോഡി. Roop Kumar Rathod. അടിപൊളി.
സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും. ഹലോ ചെക്ക് ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്ത ഗിഫ്റ്റ് അല്ലോ ഗിഫ്റ്റ് കൊടുക്കാൻ ചോക്ലേറ്റ്സ് മാത്രമേ ഉണ്ട്. ഗിഫ്റ്റ് ഒന്നും മേടിച്ചു വെച്ചില്ലടാ. ഞാൻ ഗസ്റ്റുകൾ വരുന്ന കാര്യേ ഞാൻ വിട്ടുകടാ. ഗിഫ്റ്റ് നിന്റെ പാഷൻ എന്താ ഇഷ്ടം? വേറെ ഇങ്ങനെ നമുക്ക് ഓരോ ഇതുണ്ടാവില്ലേ, ക്രേസ് ഉണ്ടാവില്ലേ, കാർസ് അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഫുട്ബോൾ പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഫുട്ബോൾ പ്ലേയേഴ്സ് ഇഷ്ടമാണ്. പിന്നെ കാറൊക്കെ എനിക്ക് കാർ ഇഷ്ടോ? അത് വേണോ? കാറിന്റെ പടം കണ്ടാ എനിക്ക് അത് ഏത് കമ്പനിയുടെ ഇതേതാ കാറ്? അല്ല അതേതാ കാറ്? ഇതിന്റെ പേര് പറ. അറിയില്ല. പെട്ടെന്ന് പറ. അത് വേണോ? അത് ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടോ? നോക്ക്, അത് ഇഷ്ടപ്പെട്ടോ? പോർഷെ ഇഷ്ടമാണോ? എന്നാ അതെടുക്കാം. എനിക്ക് സൂപ്പർ കാർസ് ഒക്കെ ഇഷ്ടമാണ്. സൂപ്പർ കാർസ് എല്ലാം ഇഷ്ടം. ഇല്ല കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആണ്. ഞാൻ ഒന്നും വാങ്ങിയില്ല. പറ്റുന്നില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, എടുത്തോ. ഞാൻ വേറെ വാങ്ങിക്കോ. അടി ഒന്ന് തുടച്ചേ. ഇത് കൊറേ കാലം ഇതിന്റെ മുകളിൽ തൂക്കിയിട്ടിട്ട് പൊടി വന്ന് ഇത് പിടിച്ചേ തുടക്കണം. നിങ്ങള് കാറിലല്ലേ വന്നേ? അടി ഒന്ന് കാറിലേക്ക് വെച്ചു കൊടുക്ക. എന്നിട്ട് എന്തെല്ലാം കഥ? എന്താ പേര് പറഞ്ഞ? അദീലല്ലേ? അപ്പൊ എങ്ങനെ പഠിത്തല്ല എങ്ങനെ? എങ്ങനെ വീട്ടിലിരുന്നല്ലേ? ഹോം സ്കൂള്? യൂട്യൂബില് ക്ലാസ് കാണും, ഓൺലൈൻ ക്ലാസ്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. അവൻ ട്രിവാൻഡ്രത്തെ ഒരു സ്കൂളിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റഡീസ്. 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെയാണ്. അവനെ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു. അവിടുത്തെ RKD. നീ അപ്പൊ എന്റെ ലൈവ് കാണോ? ഞാൻ എപ്പോഴും കാണോ? എപ്പോഴും ഇല്ല. അല്ല, ഇത് ശരിക്കും ഇവനിപ്പോ ഇങ്ങോട്ട് വന്നത് ഇവന്റെ ആഗ്രഹമായിരുന്നു അല്ല നിങ്ങളെ ആഗ്രഹമായിരുന്നു? അപ്പൊ നീ ലൈവ് കാണോ? എപ്പോഴും കാണോ? രാവിലെ പോയാൽ രാത്രി വരും. അപ്പൊ ഇവൻ നിങ്ങളോട് ആഗ്രഹം പറഞ്ഞോ? കൊറേ ആയിട്ട് നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആണോ? അപ്പൊ എങ്ങനെ എന്റെ ലൈവ് എങ്ങനെ കണ്ടു? ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞു തരണോ? അപ്പൊ യൂട്യൂബ് എപ്പോഴും നോക്കും? യൂട്യൂബ് എപ്പോഴും. അപ്പൊ യൂട്യൂബ് ഇങ്ങനെ ചുമ്മാ നോക്കുമ്പോ കണ്ടായിരിക്കും. പാട്ടിന്റെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. എല്ലാം യൂട്യൂബിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ തബ്സീന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഡബ്സീന്റെ ഒരു പാട്ട് പാടണോ? പാടോ? ചെറുതായിട്ടൊക്കെ അങ്ങനെ പാട്ട് ഇലുമിനാണ്ടി പാടും. ഇല്ലുമിനെ അതിന്റെ കുറച്ച് വരികൾ അറിയാം. ഏതാ ഇഷ്ടം? ഒരു പാട്ട് നമുക്ക് വേണ്ടി വ്യൂവേഴ്സ് എല്ലാവരും കണ്ടിരിക്കുന്ന എല്ലാരും പാട്ട് പാടാൻ പറയുന്നു. വാ ലെറ്റ്സ് ഗോ. ഒരു പാട്ട്, ഒറ്റ പാട്ട് വാ. ഏതാ? ഇലുമിനാണ്ടി പാടാം. ഏതാ പറഞ്ഞത്? ലിയോയിലെ ഒരു പാട്ട്. ലിയോയുടെ ലിയോയിലെ പാട്ട്. ലിയോട്ടോ വാ. വേണോ? മ്യൂസിക് വേണോ? ഓക്കെ. കാല് ലിയോയിലെ ഏത് സോങ്ങാ? ഓർഡിനറി പേഴ്സൺ. ഓർഡിനറി എന്നാ സോങ്ങിന്റെ പേര്? ഓർഡിനറി പേഴ്സൺ. ഇത് ഇത് പാടോ? എന്നാ നോക്കണല്ലോ. ഓക്കെ ഗൈസ് My life is in this town and I'm going there. You think that I am crazy, but I don't understand. My life is in this town and I'm going there. You think that I am crazy, but I don't understand. I'm just an ordinary person. I'm just a piece of God.
Just an ordinary person. Just a peace loving soul. Soul. അടിപൊളി 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 ബിഗ് ഡബ്ല്യു ബിഗ് ഡബ്ല്യു ബിഗ് ഡബ്ല്യു എല്ലാരും ബിഗ് ഡബ്ല്യു ബിഗ് ഡബ്ല്യു ബിഗ് ഡബ്ല്യു. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. മുത്തേ ഒരു ഹഗ് വേണ്ട വേണ്ട. ഹാപ്പി അല്ല? കല്യാണം വിളിക്കാവരല്ല. ആരുടെ കല്യാണം? എത്ര പേര് ഇവര്? അവന്റെ വൈഫിന്റെ ഇത്താടെ മോളുടെ കല്യാണം അടുത്ത മാസം. ആ അല്ലേ, നിങ്ങൾക്ക് എത്ര മക്കളാ? ഒറ്റാളാ? ഇപ്പൊ മാത്രം? അവൾ ഇന്നലെ ഉണ്ടായി. കസിന്റെ കല്യാണോ? ഇന്നലെ അവളും കൂടെ വന്നേനെ ചിലപ്പോ, കല്യാണ പെണ്ണും കൂടെ. ഇത്താത്താന്റെ കല്യാണത്തിന് എവിടെയാ? ട്രിവാൻഡ്രത്ത് വെച്ചാ. ട്രിവാൻഡ്രോ? ഉറപ്പില്ല, ഞാൻ നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും എപ്പഴാ? അടുത്ത മാസം 14 തീയതി. 14. വെഡിങ് മറ്റേ ഇത് ഇട്ടേക്കാം, വാട്സാപ്പിൽ ഇട്ടേക്കാം. ഞാൻ ഉണ്ടാവില്ല, മിക്കവാറും ഉണ്ടാവില്ല. അതും പറഞ്ഞോണ്ടാണ് മെയിൻ ആയിട്ട് എടാ ചൂട്. അല്ലല്ല അത് എന്നിട്ട് എന്തെങ്കിലും പറയാണ്ടല്ലേ വ്യൂസിനോട് എന്തെങ്കിലും രണ്ടു വാക്ക്? വേണ്ട, അവന് രാത്രി ചായ കൊടുക്കൂല. ഇല്ലേ അല്ലെ ചാറ്റ് നോക്കട്ടെ, അത് നല്ലത്. ചാറ്റ് ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചാറ്റ് ഗൈസ്, ഐ നീഡ് സം ടൈം ഫോർ മൈ ഓൺ. ഞാൻ ഒന്ന് ചാറ്റ് മിനിമൈസ് ചെയ്യണം. എന്നിട്ട് പറയോ, എന്നിട്ട് വൈഫ് എന്ത് ചെയ്യുന്നു? ആണോ? അപ്പൊ നിങ്ങൾ 3 പേരും ഇവിടെ എവിടെ താമസിച്ചത്? കത്രികടോ? ആ. Nice brew W guest Aspak the hero. ഹീറോ. അസ്മാക്കിനെ കൊണ്ട് ആകെ ഒരു നല്ല കാര്യങ്ങളാണോ അല്ലെ? ഇവ കാര്യം കാരണം നീ ഇവിടെ എത്തിയ ഇതാണ് അസ്പാക്ക്. പ്രത്യേകിച്ച് ഒരു ഉപകാരം ഇല്ല ഇവനെ കൊണ്ട്, പക്ഷെ ഇന്നൊരു നല്ല കാര്യം സംഭവിച്ചു. അല്ല വെറുതെ വരാതെ നിങ്ങൾക്ക് പ്രതീക്ഷ ആയിരുന്നല്ലോ. ഞാൻ സത്യം പറയാലോ, ഡിസംബർ 14 ആ സമയത്ത് ഞാൻ നല്ല ബിസിയാ, എന്തായാലും വരാൻ പറ്റില്ല. ആണോ? കല്യാണത്തിന് വരണ ആഗ്രഹം ഉണ്ടോ? വരണോ? ഒന്ന് പോയാലോ? ആണോ? എല്ലാം നോക്കിയതും കാര്യങ്ങളും. അപ്പോ അതുകൊണ്ട് എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവള് ഭയങ്കര കെയറിങ് ആണ്. ഒരു കാര്യം പറയട്ടെ, 14-ാം തീയതി ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 14 അല്ല, 10 മുതൽ 16 വരെ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 14-ാം തീയതി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഓക്കെ? ആ, ഇത് എന്റെ വാക്ക്. ഓക്കെ? 14-ാം തീയതി കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ? ഹാപ്പി ആയോ? അതൊക്കെ വണ്ടിയിലിരുന്നപ്പോ അമ്മ വളിയിട്ടത് ഞാൻ അറിഞ്ഞ് എല്ലാം കാണുന്നുണ്ടല്ലേ? അപ്പൊ എന്തായാലും 14-ാം തീയതി കല്യാണത്തിന് വരാം. നോക്കാം. എവിടെ? ട്രിവാൻഡ്രത്ത് എവിടെ? എടാ നമ്പർ എന്തെങ്കിലും വാങ്ങി നോക്കടാ. നമ്പർ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഒന്നുമില്ല, നിങ്ങൾ വന്ന സ്റ്റേ ഒക്കെ ഞാൻ റെഡിയാക്കാം. ആ, ഒന്നും കുഴപ്പമില്ല, നമ്മളെന്തായാലും അവിടെ എത്തിക്കോളും. ഓക്കെ? ഇത്താത്ത അവിടുന്ന് ടാറ്റ ആക്കുന്നത് ഞാനാ ശരിക്കും ഫോളോവർ? അല്ല, അവന്റെ യൂട്യൂബ് ചാനലിലും ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കും. അപ്പൊ അവന്റെ ചാറ്റിൽ പറഞ്ഞ ആൾക്കാർ പറയും, അതാരാ ഒരു ബിഗ് ബോസ് ബാക്കിൽ സ്ക്രീനിൽ വരാത്ത ആളെന്ന്. എങ്ങനെ? ഐഡിയ മീൻസ് സ്ക്രീനിൽ വരാതെ സൗണ്ട് മാത്രം കേൾക്കണോണ്ട് ഒരാള് ബിഗ് ബോസ് എന്ന് കരുതിട്ട് ലൈവില് പറഞ്ഞ ഒരാള്. ഓ, മോനെക്കാളും മുന്നേ കണ്ട നിങ്ങളാണോ? താത്താന്റെ പേരെന്താ? ഹൈറുന്നീസ. ആണോ? ആ പണ്ടത്തെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണോ അതോ ഈ അടുത്ത് വന്നാണോ? ഈ മുടിയാണോ അല്ല പഴയ മുടിയാണോ?
ഈ മുടിയല്ലേ? ആ അപ്പൊ ഈ അടുത്തിറങ്ങിയ ലാസ്റ്റ് ഇറങ്ങിയ ആ മെഹറിനെ ഒന്നിച്ചുള്ള ആ ഓക്കെ ഓക്കെ. ആണോ? എല്ലാ ലൈവും കാണോ? ആണോ? അറിയാം. റാംബോ തിരുവനന്തപുരം. ഒരു 5000 രൂപ കൊടുക്കുക, അവർ സന്തോഷിക്കട്ടെ. അതെ അതെ. പനിയാ 2 ദിവസമായിട്ട്. ഇപ്പോഴും പനി കുറഞ്ഞില്ല. അതെ ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമില്ല. ചെറിയ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നാളത്തേക്ക് ശരിയാവും. ക്ലൈമറ്റ് ചേഞ്ചിന്റെ. അതെ. കല്യാണത്തിന് നമ്മളവിടെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. 14-ാം തീയതി അല്ലേ? 14-ാം തീയതി നമ്മൾ ട്രിവാൻഡ്രം എന്തായാലും ഉണ്ടാവും. ബാക്കി എല്ലാ പരിപാടിയും മാറ്റി വെച്ചു. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെ ചെയ്യാം. നോക്കെ 14-ാം തീയതി കാണാം. നോക്കെ നിങ്ങളുടെ പരിപാടി അപ്പൊ കാണാം, കാണണം. അവനും അധികം ഉറക്കൊഴിക്കണ്ടെന്നുള്ളതില് എന്നാ പോയി കാണോ. ശരി. രാവിലെ കിടന്നുറങ്ങും, അതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? എന്താ പോറായോ അതോ ഇരിക്കണോ? എന്താ എന്റെ അഭിപ്രായം? എന്താ അഭിപ്രായം? ഇരിക്കണോ? അത് കുഴപ്പമില്ല, നിനക്ക് ഇരിക്കണമെങ്കിൽ ഇരുന്നോ കുറച്ചു നേരം. ഗൈസ് അല്ല ഒരു മിനിറ്റ്, നമ്മള് ചാനൽ പിൻ ചെയ്ത് വെച്ചാ നോക്കട്ടെ. ഗൈസ് ഞാൻ ചാനൽ പിൻ ചെയ്ത് വെച്ചാ അതൊന്ന് പറ്റുന്നവരൊന്ന് കേറി. ഒരു സെക്കൻഡ്, എത്രയായി? 3.72K സബ്സ്ക്രൈബർ. എത്ര ഉണ്ടായിരുന്നു? ആണോ? 3K ആയി. എല്ലാരും 5K അടുപ്പിക്കും. കമോൺ ചാറ്റ് എല്ലാരും. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ലൈവ് കണ്ടിന്യൂ ചെയ്യട്ടെ. ഞാൻ 14-ാം തീയതി അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ അങ്ങനെ ചെയ്യാം. എല്ലാരും വരും, എല്ലാരും അവിടെ എത്തിയിരിക്കും. ഓക്കെ പോയിട്ടോ. ഹീറോ ഫാമിലി ഹാർട്ട് സ്യൂട്ട്. അമ്മു എന്നെ കാണാൻ താത്താക്ക് അമ്മു ഫാന്. വാ ഞാൻ എടുത്തരാം. നല്ല. അപ്പൊ ഇൻഷാല്ലാ നീ എന്തല്ല നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന? അല്ല അങ്ങനല്ല, കൊറേ കാലമായിട്ട് മനസ്സിലായി സ്ക്രീനിൽ കാണുന്നത് ഇപ്പോഴത്തേക്കുള്ള ആണ് നോക്കിക്കൊണ്ടിരിക്കണ. അങ്ങനെ പോവാൻ തോന്നല്ലേ മോനെ? എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. ഞാൻ എന്തായാലും 14-ാം തീയതി അങ്ങോട്ട് വന്നോളാം കേട്ടോ. അപ്പൊ കാണാം. അപ്പൊ നമ്മൾ ഒരു ദിവസം ഫുൾ അവിടെ ഉണ്ടോ? പോവാൻ തോന്നില്ല. ഇവിടെ ഇരിക്കുന്നോ? ഏത് പാവന് പോവാൻ മനസ്സിലാന്ന്. അത് കുഴപ്പമില്ല, ഇനി വരാല്ലോ വല്ലപ്പോഴൊക്കെ. അല്ലേ അപ്പൊ ഓക്കെ ഇൻഷാല്ലാ. എടാ ആ വണ്ടി എടുത്ത് ഇതില് ഡിക്കിയിൽ വെക്കടാ കുറച്ച്. ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ ഇത് ഈട ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളാണ് അത് തീരുമാനിക്കലേ കൊടുക്കേണ്ടത്. ചാറ്റ് മൊത്തം വന്നിട്ട് നോ ഡോണ്ട് ഗിവ് അനദർ ഗിഫ്റ്റ്. അത് അവർ കാണൂലേ, അതുകൊണ്ട് ഞാൻ ചാറ്റ് മിനിമൈസ് ചെയ്ത് വെച്ചു. ഞാൻ നേരത്തെ ചാറ്റ് ബാക്ക് അടിച്ച് വെച്ചു. ചാറ്റ് ഞാൻ ഇത്ര സമയം കണ്ടില്ല, ഇപ്പം അത് ചാറ്റ് തുറക്കുന്നത്. ചാറ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നല്ലോ, ഇനി പുതിയ റൂള്. ഓക്കെ പുതിയ റൂള് ഇനി മുതൽ ഗസ്റ്റ് ആര് വന്നാലും, ഇന്നാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി മുതൽ ഗസ്റ്റ് ആര് വന്നാലും, ഏത് ഗസ്റ്റ് വന്നാലും ഞാൻ ചാറ്റ് ആദ്യം മിനിമൈസ് ചെയ്യും. ഓക്കെ എന്നിട്ട് ഗസ്റ്റ് ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ ചാറ്റ് നോക്കി സ്ട്രീം ചെയ്യുന്നത്. എല്ലാ സമയം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സമയമല്ല ഞാൻ എൻ്റെ പേഴ്സണൽ ടൈം എടുക്കേണ്ട സമയമാണ്. മനസ്സിലാവും? ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഞാൻ അങ്ങനെ കാണുന്ന സമയങ്ങളാണ്. മനസ്സിലാവും? എന്ന് വെച്ചാൽ അവരെ ഹാപ്പി ആക്കുമ്പോൾ കിട്ടുന്ന ഇതായിരിക്കും ഇനി മുന്നോട്ടേക്ക് എനിക്ക് ജീവിക്കാനുള്ള ഇത്. മനസ്സിലാവും? അല്ലാണ്ട് ബാക്കി എന്തായിരുന്നു കേക്ക് ഷുഗർ കുഴപ്പമില്ല, ഷുഗർ കട്ട് ഇടക്കല്ല.
ഗൈസ് അവര് കൊണ്ടുവന്ന കേക്ക്. ഇതെന്താ പ്ലം കേക്ക്? ഇതെന്താ അലുവയാ? ഇത് മറ്റേത് അല്ലല്ല അലുവല്ല, ഇത് വേറെ സാധനം. പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇതെന്താ അങ്ങനെ പറഞ്ഞ Script of Achayan and Thoppy പുഞ്ചിരിക്കുന്ന കണ്ണുകളോടുകൂടിയ ഗോഷ്ഠിച്ചിലുള്ള മുഖം. അച്ചായനെ തൊപ്പിയതാ. അച്ചായനോ? അച്ചായനോ?